വടകര സിദ്ധാശ്രമത്തിലാണല്ലോ കേട്ടോ. അപ്പോൾ ഇവിടെ അറിയാൻ ക്യൂരിയസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ജപസമയങ്ങളിലും അതുപോലെ തന്നെ രാത്രി ഉറങ്ങുന്ന സമയങ്ങളിലും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന സമയങ്ങളിലെല്ലാം ഇവിടെയുള്ള ആളുകൾ പൂർണ്ണ നഗ്നതയിലാണ് ഉണ്ടാവുക കേട്ടോ. അത് കേട്ടപ്പോൾ നിങ്ങളൊന്ന് ക്യൂരിയസ് ആയില്ലേ? അതുമാത്രമല്ല, ഇവിടെ ആർക്കും ആരോടും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം. പക്ഷേ അവിടുന്ന് കുട്ടികളൊക്കെ ജനിക്കുകയാണെങ്കിൽ അവർക്ക് 3 വയസ്സ് വരെ മാത്രമേ അവരിവിടെ അലോ ചെയ്യുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ ആ കുട്ടികളെ വേറെ എവിടത്തെങ്കിലും മാറ്റും. പിന്നെ കുട്ടി കുറച്ച് വലുതായി തിരിച്ചു വരുന്ന സമയത്ത് ആ കുട്ടിക്ക് അച്ഛനോടോ അമ്മയോടോ ഒരു ബന്ധവും അത് തിരിച്ചറിയാൻ പോലും സാധിക്കില്ല എന്നാണ് പറഞ്ഞിട്ടോ. അത് കേട്ടപ്പോൾ ഒരു ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടുത്തെ ഒരു സിസ്റ്റം അങ്ങനെയാണല്ലോ. പിന്നെ ഇവിടെ ഒരു ഡിസംബർ 4 ഒരു ഉത്സവം നടക്കുന്നുണ്ട്. അതുകൊണ്ട് പല സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അകത്ത് കയറിയപ്പോൾ നമുക്ക് നല്ല ഇഡ്ഡലിയും സാമ്പാറും അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു ചോറൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തുകൊണ്ടും ഒരു പീസ്ഫുൾ പ്ലേസ് ആണ്, നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് പോയിരുന്ന് ഇരിക്കാനൊക്കെ പറ്റിയൊരു കിടിലൻ സ്ഥലമാണ്. അതുപോലെ തന്നെ ഇവരുടെ പ്രധാന ഒരു വരുമാനം എന്ന് പറയുന്നത് കൃഷി തന്നെയാണ് കേട്ടോ. ഇവർക്കുള്ള വെജിറ്റബിൾസും റൈസും അതുപോലെ തന്നെ ഔഷധം എല്ലാം ഓര് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഹോപ്പ് യു ലവ്